ഒരു ലൈംഗിക ആരോപണവും കേസും ഉണ്ടായാൽ ആ പീഡനത്തിൻ്റെ തീവ്രത അളക്കുന്നവരാണ് സാധാരണ CPMകാർ. എതിർ പാർട്ടികളുള്ളവർ പീഡിപ്പിച്ചാൽ തീവ്രത കൂടും. സ്വന്തം പാർട്ടിക്കാരാണെങ്കിൽ കേസ് ഒതുക്കാൻ നോക്കും. രാഹുൽ മാങ്കുട്ടത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ സമരരംഗത്ത് മുന്നിലുണ്ടായിരുന്ന ഒരു DYFI നേതാവിൻ്റെ പീഡന കഥകളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പത്തനംതിട്ടയിൽ വിവാഹ വാഗ്ദാനം നൽകിയ യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ DYFI ബ്ലോക്ക് പ്രസിഡന്റിനെതിരെ കേസ്. ലൈംഗികമായി ദുരുപയോഗം ചെയ്തു വന്ന യുവതിയുടെ പരാതിയിൽ റാന്നി സ്വദേശി അലൻ മാത്യുവിനെതിരെയാണ് കേസെടുത്തത്. വിവാഹത്തിൽ നിന്ന് അലൻ മാത്യു പിന്മാറിയതോടെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവം ഒത്തുതീർപ്പാക്കാൻ പാർട്ടിയും പോലീസും ഒത്തുകളിച്ചുവെന്നും ആരോപണമുണ്ട്. CPIയും റാന്നി ഏരിയ മുൻ കമ്മിറ്റി അംഗവും DYFI ബ്ലോക്ക് പ്രസിഡന്റുമായ അലൻ മാത്യുവിനെതിരെയാണ് യുവതിയുടെ പീഡന പരാതി. വിവാഹ വാഗ്ദാനം നൽകി അലൻ മാത്യു പല സ്ഥലങ്ങളിലും യുവതിയെ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നും ഗർഭം അലസിപ്പിക്കാൻ നിർബന്ധിച്ചുവെന്നുമാണ് പരാതി. വിവാഹം കഴിക്കാമെന്ന് ഉറപ്പ് നൽകിയ ശേഷമാണ് കൊച്ചി, വാഗമൺ തുടങ്ങിയ സ്ഥലങ്ങളിലെത്തിച്ച് പീഡിപ്പിച്ചതെന്ന് പരാതിക്കാരി പറയുന്നു. ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പം സൂയിസൈഡ് അറ്റംപ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ വന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഇന്നലെ മജിസ്ട്രേറ്റിൻ്റെ അടുത്തിട്ട് മൊഴി കൊടുത്തു. അതായത് ആള് വിവാഹ വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു. നമ്മൾ രജിസ്റ്റർ ഓഫീസിലൊക്കെ കൊടുത്തു. അതായത് ഇന്റർകാസ്റ്റ് മാരേജ് ആയത് കാരണം രജിസ്റ്റർ ഓഫീസിൽ കൊടുത്തു. 23-ാം തീയതി വിവാഹം കഴിക്കാമെന്നുള്ളത് അതായത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നിട്ട് ആള് പിന്മാറി. ഞാൻ ഫസ്റ്റ് പരാതി കൊടുക്കുന്നത് ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരി 18-ലാണ് കൊടുക്കുന്നത്. 19th കളക്ടറിന് പരാതി കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പാർട്ടിയൊക്കെ ഇടപെട്ട് ഇത് സെറ്റിൽമെന്റ് സംസാരിക്കുകയായിരുന്നു. 23-ാം തീയതി വിവാഹമാണെന്നുള്ളത് പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫെബ്രുവരിയിലെ 2025 ഫെബ്രുവരിയിലെ. വിവാഹിതയായ യുവതിയും അലൻ മാത്യുവും തമ്മിൽ നേരത്തെ അടുപ്പത്തിലായിരുന്നു. തുടർന്ന് വിവാഹ മോചിതയായ ശേഷമാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചത്. യുവതിയുടെ പരാതിയിൽ പാർട്ടി ഇടപെട്ട് വിവാഹം നടത്തി കൊടുക്കാമെന്ന് ഉറപ്പ് നൽകുകയും ഇരുവരും സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് അലൻ മാത്യു വിവാഹത്തിൽ നിന്നും പിന്മാറി. തുടർന്നാണ് യുവതി ആത്മഹത്യക്ക് ശ്രമിച്ചത്. കല്യാണം കഴിക്കാനായിട്ട് വരാൻ പറ്റില്ല എന്നുള്ളൊരു സ്റ്റാൻഡിലേക്ക് മാറി. പിന്നെ അതുമാത്രമല്ല, എൻ്റെ അടുത്ത് സൂയിസൈഡ് ചെയ്തോ എന്നുള്ളൊരു ഇതിലായിരുന്നു ആൾ സംസാരിച്ചത്. എൻ്റെ അടുത്ത് പറഞ്ഞതിനെ ഫേസ്ബുക്കിലാണ് എന്നെ കോൾ ചെയ്യുന്നത്. ഫേസ്ബുക്കിൽ കോൾ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയുന്നു, ഈ കോള് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം പറയാം, എനിക്ക് 23-ാം തീയതി വരാനായിട്ട് പറ്റില്ല, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, നിൻ്റെ എക്സ്ട്രീമായിട്ടുള്ള ഡിസിഷൻ എന്താണെന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലെ നാട് മൊത്തം അറിഞ്ഞു 23-ാം തീയതി, നിങ്ങൾ തന്നെയാണ് എല്ലാവരോടും പറഞ്ഞത് 23-ാം തീയതി കല്യാണം എന്നുള്ളത്. നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് പലരുടെ അടുത്തും ഈ ഒരു കാര്യം പോയത്. അപ്പോൾ പെട്ടെന്ന് നിങ്ങളിങ്ങനെ പിന്മാറുമ്പോഴത്തേക്കിനും എനിക്ക് മാനസികമായിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എങ്കിൽ നീ പോയിട്ട് സൂയിസൈഡ് ചെയ്തോ, നീ സൂയിസൈഡ് ചെയ്ത് മരിക്കുന്ന സമയം വരെയൊക്കെ ഞാൻ കോളിൽ വെയിറ്റ് ചെയ്യാം, ഹോൾഡ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അലൻ മാത്യുവിനെതിരെ ജില്ലാ കളക്ടർക്കാണ് യുവതി ആദ്യം പരാതി നൽകിയത്. തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൈമാറിയെങ്കിലും റാന്നി പോലീസ് അന്വേഷണം നടത്താതെ പോലീസും പാർട്ടിയും കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചെന്നാണ് ആരോപണം. യുവതി ആത്മഹത്യക്ക് ശ്രമിച്ചതിന് പിന്നാലെയാണ് പോലീസ് കേസെടുത്തത്. തെരഞ്ഞെടുപ്പ് കാലത്ത് അലൻ മാത്യുവിനെതിരെ ഉയർന്ന ഗുരുതരമായ പീഡനാരോപണം CPMനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇതോടെ പാർട്ടിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും എല്ലാം അലൻ മാത്യുവിനെ നേതൃത്വം ഒഴിവാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.